إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മനുഷ്യരായ നാം സാമൂഹിക ജീവികളാണ്. മറ്റുള്ളവരുടെ കൂടെ ഇടപഴകിയും കച്ചവടം ചെയ്തും വ്യത്യസ്തമായ ഇടപാടുകളും നടത്തി ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അന്നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും. മറ്റുള്ളവരോട് ഇടപഴകുകയും അവരോട് ഇടപാടുകൾ നടത്തുകയും അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ക്ഷമ കാണിക്കുകയും ചെയ്യുന്ന വിശ്വാസിയാണ് ജനങ്ങളോട് ഇടപാടുകൾ നടത്താതെ അവരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സഹിക്കാതെ ജീവിക്കുന്നവനേക്കാളും നല്ലവൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോൾ, സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, അവരുടെ പ്രയാസപ്പെടുത്തലുകൾ, ഇതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അവരാണ് അള്ളാഹുവിങ്കൽ കൂടുതൽ ശ്രേഷ്ഠമായ ആളുകളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന സമൂഹത്തോട് നമുക്ക് ബാധ്യതയുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ അയൽവാസികളാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തിൻ്റെ ഇടപാടുകളിൽ നാം കണ്ടുമുട്ടുന്നവരാകട്ടെ, അവരോട് ഇടപഴകുമ്പോൾ അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് നാം ക്ഷമിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് ശരീഅത്ത് എപ്പോഴും പരിഗണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ നാട്, നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങൾ അത് ശറഇന് എതിരാവാത്ത കാലത്തോളം അതിനെ പരിഗണിക്കുക എന്നുള്ളത് ശറഇൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിഖഹിന്റെ വിഷയത്തിൽ പൊതുവെ പറയുമ്പോൾ അടിസ്ഥാനമായി പറയാറുള്ള ഫിഖഹിന്റെ തത്വങ്ങളിൽ ഒരു തത്വം തന്നെ നാട്ടിലെ ആചാരത്തെ, സമ്പ്രദായങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അല്ലാമ ഇബ്നുൽ ആബിദീൻ റഹിമഹുല്ലാഹ് ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ എഴുതിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ചില ആളുകൾ പറയാറുള്ളത് പോലെ, ഞാൻ എന്തും ചെയ്യും, നാട്ടുകാർ പറയുന്നത് എനിക്കൊരു കാര്യമല്ല, നാട്ടുകാരും എൻ്റെ കൂടെയുള്ള ആളുകളും എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമല്ല എന്ന രീതിയൊന്നും ഒരിക്കലും ശറഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല. നന്മകൾ ചെയ്യാൻ ഒരിക്കലും മറ്റുള്ളവർ നമുക്ക് തടസ്സമാകരുത്. പക്ഷേ സാധാരണ വിഷയങ്ങളിൽ, നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ നാട്ടിലെ സമ്പ്രദായങ്ങൾ പരിഗണിക്കുക എന്നുള്ളത് ശറഅ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള, കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സമൂഹവുമായി നാം ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതിനോട് എങ്ങനെ പെരുമാറണം എന്ന് ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇടപഴകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അതിലേറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾ, ഇവരോടുള്ള ഇടപാടുകൾ, എങ്ങനെയാണ് അവരോട് നിങ്ങൾ പെരുമാറേണ്ടത്, ഈ വിഷയത്തിലൊക്കെ ശരീഅത്തിന്റെ അധ്യാപനങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുടുംബമാണ്. നമ്മുടെ കുടുംബത്തിനോട് നാം എങ്ങനെയാണ് പെരുമാറേണ്ടത്, കുടുംബ ബന്ധം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ശരീഅത്ത് നമുക്ക് അധ്യാപനങ്ങൾ നൽകിയത്, ഭാര്യയും ഭർത്താവും തമ്മിൽ എങ്ങനെ ജീവിക്കണം, മാതാപിതാക്കളും മക്കളും തമ്മിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, മക്കൾ അവർക്കിടയിലുള്ള ബന്ധം ശറഅ് എങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്, ഈ വിഷയങ്ങൾ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം അറിയേണ്ട ബാധ്യതയാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ജൂതനായ ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുന്നു, താങ്കളുടെ പ്രവാചകൻ എല്ലാം താങ്കൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? പരിഹസിച്ചുകൊണ്ട് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തിരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു, അതെ, എല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
ബാത്റൂമിൽ പോയാൽ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്, അതിനുശേഷം ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാണ് എന്നുവരെ പഠിപ്പിച്ചിരിക്കുന്ന മതമാണ് നമ്മുടെ മതം എന്ന് ഇസ്സത്തോടെ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു വന്ന ജൂതനോട് പറഞ്ഞു. അതേ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എങ്ങനെയാണ് നാം മറ്റുള്ളവരോട് പെരുമാറേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണ് നാം ബന്ധം നിലനിർത്തേണ്ടത്, ഇതൊക്കെ ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇസ്ലാം വരുന്ന കാലഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് വന്നപ്പോൾ ജാഹിലിയ കാലഘട്ടം, അവരുടെ കുടുംബ പശ്ചാത്തലം നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ സ്ത്രീകളോട് അങ്ങേയറ്റം ക്രൂരത കാട്ടിയിരുന്ന ഒരു വിഭാഗം, സ്ത്രീകൾക്ക് ഒരു ന്യായവും നൽകാത്ത ആളുകൾ, സ്ത്രീകൾക്ക് അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതവും നൽകാത്ത ആളുകൾ, വളരെ മോശമായി സ്ത്രീകളോട് വർത്തിച്ചിരുന്ന ഒരു സമുദായത്തിലേക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലിയ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറിയത് എന്നതിനെ കുറിച്ച് ചെറിയൊരു ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ജാഹിലിയ കാലഘട്ടത്തിന്റെ ക്രൂരത എത്രമാത്രം ഉണ്ടായിരുന്നു. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കുടുംബത്തിന് നൽകിയ മഹിമ, സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്ന മഹത്വം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. അള്ളാഹു പറയുന്നു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദ വഹുവ കളീം. ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ, അവർക്കാർക്കെങ്കിലും നിനക്ക് ജനിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണെന്ന് പറയപ്പെട്ടാൽ അവരുടെ മുഖം കറുക്കും, അവർക്കത് ഇഷ്ടപ്പെടാറില്ല. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബി. അവർക്ക് ലഭിച്ചിരിക്കുന്ന ആ വാർത്ത കേട്ടപ്പോൾ, അവർക്ക് ആ വാർത്ത കേട്ടാൽ നിനക്ക് ജനിച്ചിരിക്കുന്നത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവർ ജനങ്ങളെ അഭിമുഖീകരിക്കാതെ അവരിൽ നിന്ന് മാറി നിൽക്കും. അത്രയും മോശപ്പെട്ട വാർത്തയായി അവരതിനെ കണ്ടിരുന്നു. അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഈ തനിക്ക് ബാധിച്ചിരിക്കുന്ന ഈ മോശമായ അവസ്ഥ സഹിച്ചുകൊണ്ട് താൻ ജീവിക്കണമോ, അതല്ല മണ്ണിനടിയിൽ ഈ കുട്ടിയെ കുഴിച്ചു മൂടണമോ എന്നുവരെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾ. ഇത്രയും മോശമായി കുടുംബബന്ധം പുലർത്തിയിരുന്ന, സ്ത്രീകളോട് ഏറ്റവും മോശമായി വർത്തിച്ചിരുന്ന, അത് മാതാവാണെങ്കിലും അത് തന്റെ മകളാണെങ്കിലും അവരോട് മോശമായി വർത്തിച്ചിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹയ്യായിട്ട് വന്നു. ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ നിസാരമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിക്കുന്നു, മൻ അഹഖുൻ നാസി ബിഹുസ്നി സുഹ്ബതി. പ്രവാചകരെ, ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആരോട് വർത്തിക്കണം? അവിടുന്ന് പറയുന്നു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? അവിടുന്ന് പറയുന്നു, നിന്റെ ഉമ്മയോട്. പിന്നെ ആരോടാണ്? അവിടുന്ന് വീണ്ടും പറയുന്നു, നിന്റെ ഉമ്മയോട്. ഈ രൂപത്തിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത, ഒരു ബഹുമാനവും നൽകപ്പെടാത്ത സ്ത്രീകൾക്ക് ഏറ്റവും അധികം നന്മകൾ ചെയ്യേണ്ടത് ആ സ്ത്രീയായ നിന്റെ മാതാവിനോടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. സ്ത്രീ ഒന്നുകിൽ ഉമ്മയായിരിക്കാം, അതല്ലെങ്കിൽ മക്കളായിരിക്കാം, അതല്ലെങ്കിൽ സഹോദരിമാരായിരിക്കാം. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ കാന ലഹു സലാസു ബനാത് ഔ സലാസു അഖവാത് ഔ ബിൻതാനി ഔ ഉഖ്താൻ ഫഅഹ്സന സുഹ്ബതഹുൻ വത്തഖല്ലാഹ ഫീഹിൻ ദഖലൽ ജന്ന. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് 2 പെൺമക്കൾ, അല്ലെങ്കിൽ 3 പെൺമക്കൾ, അല്ലെങ്കിൽ 2 സഹോദരിമാർ, അല്ലെങ്കിൽ 3 സഹോദരിമാർ ഉണ്ടാവുകയും അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അവരെ ബഹുമാനിച്ച് അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ തയ്യാറായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നിസാഉ ശഖായിഖുർ റിജാൽ. സ്ത്രീകൾ പുരുഷന്മാരോട് അവർക്കുള്ള അവകാശങ്ങൾ എങ്ങനെയാണോ ശറഅ് നൽകിയിട്ടുള്ളത്, സ്ത്രീകൾക്കും അവരുടെ കണക്കനുസരിച്ച് ശറഅ് അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വളരെ മോശമായ നിലയിൽ സ്ത്രീകളോട് വർത്തിച്ചിരുന്ന ഒരു സമുദായത്തെ സ്ത്രീകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകി, അവരെ ശ്രദ്ധിക്കുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം നൽകി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകളെ ഉയർത്തി. കുടുംബത്തിന്റെ അടിത്തറ പാകാൻ ഇസ്ലാം പഠിപ്പിച്ചു. ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കുടുംബത്തിനോട് നിങ്ങൾ വർത്തിക്കണമെന്ന് ഇസ്ലാം നമുക്ക് നിർദ്ദേശം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, കുല്ലുക്കും റാഇൻ. ജനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ കീഴിലുള്ളവർ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ വാപ്പ, നിങ്ങളുടെ ഉമ്മ, അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും.
അവരുടെ വിഷയത്തിൽ നിങ്ങൾ നിസാരത കാണിക്കാൻ പാടില്ല, അലസത കാണിക്കാൻ പാടില്ല. മഅഖിൽ ഇബ്നു യസാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ അബ്ദിൻ യസ്റഈഹി അല്ലാഹു റഅയ്യതൻ യമൂതു യൗമ യമൂത് വഹുവ ഗാശുൻ ലിറഅയ്യതി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കീഴിൽ ജീവിക്കുന്ന തന്റെ മക്കളാകട്ടെ, തന്റെ ഭാര്യയാകട്ടെ, തന്റെ ഉമ്മയാകട്ടെ, തന്റെ വാപ്പയാകട്ടെ, അവരുടെ ഉത്തരവാദിത്വത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരിൽ നടപ്പിലാക്കാതെയാണ് ഒരു വ്യക്തി മരണപ്പെടുന്നതെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, കുടുംബ ഭദ്രത എന്ന് പറയുന്നത്, കുടുംബത്തിന് കൊടുക്കേണ്ട അവകാശങ്ങൾ നൽകുക എന്ന് പറയുന്നത് ഇസ്ലാം അടിസ്ഥാനമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന കാര്യമാണ്. കുടുംബത്തിനെ നാം ബഹുമാനിക്കണം. നമ്മുടെ ഭാര്യയെ, നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് ശറഅ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇന്ന് പല കുടുംബങ്ങളിലേക്കും നാം നോക്കിയാൽ കുടുംബങ്ങളിൽ പ്രശ്നമാണ്. മാതാപിതാക്കൾ തമ്മിൽ ഒത്തൊരുമയില്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളാണ്, പരസ്പരം യോജിച്ചു പോകുന്നില്ല, മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ, പരസ്പരം മക്കൾ മിണ്ടുന്നില്ല. ഈ രൂപത്തിൽ വളരെ മോശമായ അവസ്ഥയാണ് ഇന്ന് പലയിടത്തും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനമെങ്ങാനും നാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും കുടുംബം ശിഥിലമാവുകയില്ല. കുടുംബത്തിനിടയിൽ ഈ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയില്ല. അഥവാ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ നല്ല അവസ്ഥയിലേക്കെത്തും. ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ മറന്നുകൊണ്ട് ഭൗതികമായ സുഖങ്ങളും ഭൗതികമായ ആഡംബരങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതം തുടങ്ങുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലാതെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് നാം ജീവിക്കാൻ തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ കുറയും, നമ്മുടെ കുടുംബത്തിൽ സന്തോഷം അധികരിക്കും, കുടുംബം സന്തുഷ്ടമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനം, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ടോയ്ലറ്റിൽ പോകുമ്പോൾ നീ എങ്ങനെ പോകണമെന്ന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ കുടുംബത്തിനോട് നീ എങ്ങനെ സഹവസിക്കണമെന്ന് ഇസ്ലാം നിനക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ നീ പാലിക്കാൻ തയ്യാറാവുക. കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെ എന്താണ്? ഭാര്യയും ഭർത്താവും. കുടുംബത്തിന്റെ അടിസ്ഥാനം ഭാര്യയും ഭർത്താവുമാണ്. അവർ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഭാര്യയെ തെരഞ്ഞെടുക്കേണ്ടത്? ശരീഅത്ത് നമുക്ക് അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഭർത്താവിനെ തെരഞ്ഞെടുക്കേണ്ടത്? ഇസ്ലാമിന്റെ അധ്യാപനം വ്യക്തമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ഇത് പഠിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതല്ലാതെ പാശ്ചാത്യന്റെ ലോകവും കണ്ട് അവന്റെ പിന്നാലെ നടന്ന് വളരെ മോശപ്പെട്ട ജീവിത രീതി നയിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. ഇതിലാണ് യഥാർത്ഥ സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തുൻകഹുൽ മർഅതു ലിഅർബഅ, 4 കാര്യങ്ങൾക്ക് മേലാണ് ഒരു സ്ത്രീയെ ആളുകൾ വിവാഹം ചെയ്യുക. ലിമാലിഹ, ഒന്നുകിൽ അവരുടെ സമ്പാദ്യം നോക്കും, വലി ഹസബിഹ, അല്ലെങ്കിൽ അവരുടെ കുടുംബ പാരമ്പര്യം നോക്കും, വലി ജമാലിഹ, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യം നോക്കും, വലി ദീനിഹ, അല്ലെങ്കിൽ അവരുടെ ദീനിന്റെ വിഷയം നോക്കും, അവൾ എത്രത്തോളം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് എന്ന് നോക്കും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ പറയപ്പെട്ട സമ്പാദ്യം നീ തെരഞ്ഞെടുത്താൽ, അതുപോലെ തന്നെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്ന സൗന്ദര്യം നീ തെരഞ്ഞെടുത്താൽ, അവളുടെ കുടുംബ മഹിമ നീ തെരഞ്ഞെടുത്താൽ നീ വിജയിക്കുമെന്നല്ല പറഞ്ഞത്. ഫൽഫർ ബിദാത്തിദ്ദീൻ, നിനക്ക് വിജയം വേണോ? നിനക്ക് വിജയം വേണോ? സന്തുഷ്ടമായ ജീവിതമാണോ നീ ആഗ്രഹിക്കുന്നത്? എങ്കിൽ ദീനുള്ള കുടുംബത്തിൽ നിന്ന് നീ പെൺകുട്ടിയെ തെരഞ്ഞെടുക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. 7 ആകാശത്തിന് മുകളിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ദീനുള്ള പെൺകുട്ടിയെ നിങ്ങൾ തെരഞ്ഞെടുക്കുക. ഇനി പുരുഷന്മാരുടെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെൺമക്കളുള്ള പിതാക്കന്മാരോട് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജൂഹു, നിങ്ങളുടെ അരികിൽ നിങ്ങളുടെ മക്കളെ അന്വേഷിച്ചു വരുന്നവൻ അവന്റെ ദീനും അവന്റെ സ്വഭാവവും നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അള്ളാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ അവനെ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ല എങ്കിൽ, ഇല്ലാ തഫഅലുഹു തകുൻ ഫിത്നതുൻ ഫിൽ അർദ് വഫസാദുൻ അരീദ്, നിങ്ങൾ അതിന് തയ്യാറായിട്ടില്ല എങ്കിൽ ഭൂമിയിൽ ഫിത്നകൾ ഉണ്ടാകും. ഒരുപക്ഷേ സമ്പാദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിച്ചു വിട്ടാൽ
പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഹസൻ അൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയുണ്ട്, ധാരാളം ആളുകൾ അവരെ വിവാഹം ആലോചിച്ചു വരുന്നു, ആരെയാണ് ഞാൻ വിവാഹം ചെയ്യിപ്പിക്കേണ്ടത്? ഹസൻ അൽ ബസരി റഹിമഹുല്ല പറഞ്ഞു, മിമ്മൻ യത്തഖില്ലാഹ്, അള്ളാഹുവിനെ പേടിക്കുന്ന ഭർത്താവ്, അള്ളാഹുവിനെ പേടിക്കുന്ന പുരുഷൻ നിന്റെ അരികിൽ വന്ന് നിന്റെ മകളെ ചോദിച്ചാൽ അവർക്ക് നീ നൽകുക. ഫൈൻ അഹബ്ബഹ അക്രമഹ, അവൻ അവളെ ഇഷ്ടപ്പെട്ടാൽ അവനെ ആദരിക്കും, ആ പെണ്ണിനെ ആദരിക്കും, അവൾക്ക് ആവശ്യമായതെല്ലാം നൽകും. ഫൈൻ അബ്ഗളഹ, ഇനി ആ പെണ്ണിന്റെ സ്വഭാവം മോശമാണെങ്കിൽ ലം യദ്ലിമഹ, ഒരു കാരണവശാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവൻ അവരോട് അനീതി കാണിക്കുകയില്ല, ദുൽമ് ചെയ്യുകയില്ല. സഹോദരങ്ങളെ, ഈ രണ്ട് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആളുകൾ ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന കാര്യം എന്താണ്? ഏതൊരു വ്യക്തിയാണ് സഹോദരങ്ങളെ തന്റെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഭർത്താവ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മകന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന പെണ്ണ്, അവർ ദീനുള്ളവരാണോ എന്ന അടിസ്ഥാനത്തിൽ എത്ര ആളുകൾ ചിന്തിക്കാറുണ്ട്? പലരും നോക്കുന്നത് അവരുടെ കുടുംബ മഹിമയിലേക്കാണ്, അവരുടെ സമ്പാദ്യത്തിലേക്കാണ്, അവരുടെ സൗന്ദര്യത്തിലേക്കാണ്. ഇതൊന്നും നോക്കുന്നത് തെറ്റാണ് എന്നല്ല, നോക്കൽ അനുവദനീയമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ മുഹാജിരിയായ ഒരു സ്വഹാബി വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, മദീനക്കാരിയായ അൻസാരിയായ ഒരു പെണ്ണുമായി ഞാൻ വിവാഹം ഉറപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അവളെ നീ കണ്ടിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫൻദുർ ഇലൈഹ, നീ അവളിലേക്ക് നോക്കുക. ഫഇന്ന ഫീ അഅ്യുനിൽ അൻസാരി ഷൈഅ, മുഹാജിരീങ്ങളുടെ കണ്ണ് പോലെയല്ല അൻസാരി പെൺകുട്ടികളുടെ കണ്ണുകൾ, അവരുടെ കണ്ണ് കുറച്ച് ചെറുതാണ്, അവരുടെ കണ്ണുകളൊന്ന് നീ നോക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നീ ഏതെങ്കിലും പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ കാണുക. ഫഇന്നഹു അഹ്റ അൻ യുദമ ബൈനകുമാ, ബന്ധം എന്നും നിലനിൽക്കാൻ അത് സഹായിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൗന്ദര്യം നോക്കുന്നതിൽ, കുടുംബ മഹിമ നോക്കുന്നതിൽ ഒരിക്കലും ശർഅ് എതിര് നിന്നിട്ടില്ല. പക്ഷേ അതിനേക്കാളൊക്കെ മഹത്വം നൽകേണ്ടത് അവരുടെ ദീനിനാണ്. ദീനുള്ള ചെറുപ്പക്കാരെ, ദീനുള്ള യുവതികളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം തിരഞ്ഞെടുക്കുക. എന്റെ സംസാരം ശ്രവിക്കുന്നവരിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബക്കാർ അവരുടെ സമ്പാദ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ കുടുംബ മഹിമയുടെ പേരിൽ അത്തരത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ദീനുള്ളവരെ എനിക്ക് വേണം. വല്ലാഹി, ദീനുള്ളവരെ നിങ്ങൾ വിവാഹം ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിന് കുറെ സഹായകമാകും, അവർ നിങ്ങൾക്ക് സന്തോഷം നൽകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ദീനുള്ളവരെ തിരഞ്ഞെടുക്കാൻ നാം ശ്രമിക്കുക. അതാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. അങ്ങനെ ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മളിൽ പല ആളുകളും വിവാഹം ചെയ്തവരായിരിക്കും, എങ്ങനെയാണ് കുടുംബബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇസ്ലാമിന്റെ വളരെ വ്യക്തമായ അധ്യാപനം. ചില ആളുകളൊക്കെ എന്ന് പറയാറുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, നല്ല രൂപത്തിൽ ബന്ധം മുന്നോട്ട് പോകുന്നില്ല. ശരീഅത്ത് വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നു എങ്ങനെയാണ് നല്ല ബന്ധമുണ്ടാവുക. നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യണമെന്ന് അള്ളാഹു സൂറത്തുൻ നഹ്ലിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങൾക്ക് നല്ല ജീവിതം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ, ആണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ സാലിഹായ അമലുകൾ ചെയ്യുന്നുവെങ്കിൽ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നല്ല ജീവിതം നൽകാമെന്ന വാക്ക് ഞാൻ നൽകുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. റബ്ബിന്റെ വാഗ്ദാനം സഹോദരങ്ങളെ ഒരിക്കലും ലംഘിക്കപ്പെടുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ഭാര്യയെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങൾ സഹായിക്കുക. എന്നാൽ നല്ല ജീവിതം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അജബൽ ലി അംരിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം എത്ര അത്ഭുതമാണ് വിശ്വാസിയുടെ കാര്യം.
അവൻ എന്ത് നന്മയുണ്ടായാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അവൻ എന്ത് പ്രയാസമുണ്ടായാലും അവൻ അതിൽ ക്ഷമ കാണിക്കുന്നു. ഇതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം നന്മ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഭാര്യയും ഭർത്താവുമായി നിങ്ങൾ മാറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവിന് അള്ളാഹു കാരുണ്യം നൽകട്ടെ. എന്താണ് ആ ഭർത്താവിന്റെ പ്രത്യേകത? അവൻ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നു, തന്റെ ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയും അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുകയും ചെയ്യുന്നു. അഥവാ ഭാര്യ എഴുന്നേറ്റില്ല എങ്കിൽ ഒരല്പം വെള്ളമെടുത്ത് അവരുടെ മുഖത്ത് തളച്ചുകൊണ്ട് അവരെ എഴുന്നേൽപ്പിച്ച് അവരോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്ന ഭർത്താവിനെ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സഹോദരങ്ങളെ, ഇന്ന് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് പോകുന്ന ആളുകൾ, അവരുടെ നിർദ്ദേശങ്ങൾ തേടുന്ന ആളുകൾ, സഹോദര, നീ നിന്റെ മനസ്സിനോട് ചോദിക്കുക, ഈ കാണുന്ന സൃഷ്ടികൾ പറയുന്ന പരിഹാരമാണോ യഥാർത്ഥ പരിഹാരം? അതല്ല, എന്നെയും നിങ്ങളെയും പടച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്ന പരിഹാരമാണോ ഏറ്റവും നല്ല പരിഹാരം? അള്ളാഹു പറയുന്നു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത് റബ്ബിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുക. ചില മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങൾ നീക്കിക്കളയാൻ അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീനിൽ പറയുന്നു, ഫിൽ ഖൽബി ശഅസുൻ ലാ യുലിമ്മുഹു ഇല്ലൽ ഇഖ്ബാലു അലല്ലാഹ്. ചില ആളുകളുടെ മനസ്സിൽ എപ്പോഴും ഒരു പ്രയാസമുണ്ടാകും, ഒരു അകൽച്ച തോന്നും. ഇതിനെ മാറ്റാൻ ഒരു കൗൺസിലിങ്ങിനും സാധിക്കുകയില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അതിനെ മാറ്റാൻ സാധിക്കുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മുന്നിട്ടിറങ്ങുക. വഫീഹി വഹ്ശത്തുൻ, ചില സമയത്ത് നമുക്ക് ഏകാന്തത തോന്നും, നമ്മുടെ കൂടെ ആരുമില്ലാത്തതുപോലെ തോന്നും, ആർക്കും നമ്മെ വേണ്ടാത്തതുപോലെ തോന്നും. ലാ യുസീലുഹ ഇല്ലൽ ഉൻസു ബില്ലാഹ്, അതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ അള്ളാഹുവുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കുക. വഫീഹി ഹുസ്നുൻ, ചില സമയം നമ്മുടെ മനസ്സിന് വേദനയുണ്ടാകും, പ്രയാസമുണ്ടാകും. ചില ആളുകൾ പറയാറില്ലേ, എന്തോ ഒരു പ്രയാസം, എന്താണ് കാരണമെന്നറിയില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നു, ലാ യുദ്ഹിബുഹു ഇല്ല സുറൂറു ബിമഅരിഫത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് അറിയുമ്പോൾ മനസ്സിനുണ്ടാകുന്ന സന്തോഷമല്ലാതെ ആ ദുഃഖത്തെ നീക്കിക്കളയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബജീവിതം ഭദ്രമാകാൻ, ഭാര്യയുമായുള്ള ബന്ധം ഏറ്റവും നല്ല നിലയിലാകാൻ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീടുകളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പരാമർശം ഉണ്ടാക്കുക. അള്ളാഹുവിനെ കുറിച്ച് വീടുകളിൽ പറയുക. നിങ്ങളെല്ലാവരും വീടുകളിൽ താമസിക്കുന്നവരാണ്. ഓരോരുത്തർ സ്വയം നഫ്സിനോട് ചോദിക്കുക, എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയോട് ഞാൻ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? ചില ആളുകൾ നാട്ടുകാരെ കാണുമ്പോൾ സലാമു അലൈക്കും പറഞ്ഞ് സംസാരിക്കും, ഫോൺ വിളിച്ചാൽ സലാം പറയും, ഭാര്യയെ വിളിച്ചാൽ നേരിട്ട് കാര്യം പറയും, സലാം പറയാത്തവർ. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ സലാം പറഞ്ഞുകൊണ്ട് കയറാത്തവർ, ഭാര്യയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളോട് സംസാരിക്കുമ്പോൾ ദീനിന്റെ ഒരു ശിആറുകളും ജീവിതത്തിൽ പാലിക്കാത്തവർ. അങ്ങനെ ആവരുത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, നിങ്ങൾക്ക് ഹൃദയത്തിന് സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ശ്മശാനങ്ങളാക്കി മാറ്റരുത്. പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, എങ്ങനെയാണ് വീടുകൾ ശ്മശാനമാവുക? അവിടെ സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കപ്പെടാതിരിക്കുക, അവിടെ വെച്ച് ഖുർആൻ പാരായണമില്ലാതിരിക്കുക. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിലുള്ള വീടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ വീടുകളിൽ ആളുകൾ ഖുർആൻ ഓതും. എന്നാൽ ഇന്ന് എല്ലാവർക്കും തിരക്കാണ്. മഗ്രിബ് കഴിഞ്ഞാൽ യുവാക്കൾ മൊബൈൽ ഫോണുകളിലാണ്, പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈലിലാണ്, അല്ലെങ്കിൽ ഭൗതികമായ പഠനത്തിന് മാത്രം സമയം ചെലവഴിക്കുന്നു. പക്ഷേ നമ്മുടെ വീടുകളിൽ പരിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവിടെ പിശാചിന്റെ ആധിപത്യം ഉണ്ടാകും, പിശാച് സ്വാധീനം ചെലുത്തുമ്പോൾ ഏറ്റവും അധികം പിശാച് പരിശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീടിൽ പിശാച് സ്വാധീനം ചെലുത്തുകയില്ല. നമ്മുടെ വീടുകളിൽ അവസാനമായി സൂറത്തുൽ ബഖറ ഓതിയത് എപ്പോഴാണ്? ചില ആളുകളൊക്കെ ഓതിയത് കഴിഞ്ഞ റമദാനിനായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, നിങ്ങളുടെ മക്കൾ തമ്മിൽ പരസ്പരം ഐക്യത്തിലല്ല എങ്കിൽ, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, സഹോദരന്മാരും സഹോദരിമാരും പരസ്പരം ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട് എങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, നിങ്ങൾ അവിടെ സൂറത്തുൽ ബഖറ ഓതാൻ വേണ്ടി ശ്രമിക്കുക. പിശാചിന്റെ സ്വാധീനം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക.
ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ നിങ്ങളുടെ വീട്ടിൽ ഉണർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വീട്ടിന് സഹായം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലാണ് ഒരു കുടുംബത്തിന്റെ സന്തോഷം നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാഗ്ദാനം കേവലം ഈ മിമ്പറിൽ വെച്ച് ഞാൻ പറയുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ജീവിതം നൽകാമെന്ന വാഗ്ദാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. അതുപോലെ തന്നെ ഭാര്യയുമായുള്ള ഇടപാടുകളിൽ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കാൻ തയ്യാറാവും. ഏറ്റവും നല്ല സ്വഭാവം അവരോട് കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം, ലാ യഫ്റുഖു മുഅ്മിനു മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ആരും തന്റെ ഭാര്യയെ കുറിച്ച് മോശമായി മറ്റുള്ളവരോട് പറയരുത്. ഒരു പക്ഷേ നിങ്ങളുടെ ഭാര്യയിൽ മോശമായ ഒരു സ്വഭാവ ഗുണമുണ്ട് എങ്കിൽ അതിനേക്കാളും നല്ല കാര്യങ്ങൾ അവരിൽ ഉണ്ടാകാം. അതിൽ തൃപ്തിപ്പെടാൻ വേണ്ടി നോക്കുക. ചില ഭാര്യ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയും, നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്, നമുക്കിടയിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അങ്ങനെ ജീവിക്കേണ്ടവരല്ല. കല്യാണത്തിന്റെ ലക്ഷ്യമായി അള്ളാഹു പറയുന്നത് എന്താ? വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്കിടയിൽ സ്നേഹം വേണം, അനുകമ്പ വേണം, നിങ്ങളുടെ വിഷയങ്ങൾ പരസ്പരം നിങ്ങൾ കൈകാര്യം ചെയ്യണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടുകളിൽ അദ്കാറുകൾ നിങ്ങൾ പതിവാക്കുന്നതിനോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ കുടുംബബന്ധം നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ ഉർഫ് അനുസരിച്ച് അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ വർത്തിക്കുക. പണ്ഡിതന്മാർ പറയുന്നു, മഅറൂഫ് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന്, നാട്ടു നടപ്പനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കുക. നാട്ടു നടപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ പൊതുവെ ആളുകൾ ചെയ്യുന്ന ശറഈന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. എവിടെയെങ്കിലും അവരെ കൂട്ടി ടൂർ പോവുക, നമുക്ക് സാധിക്കുമെങ്കിൽ എവിടെയെങ്കിലും അവരെ കൂട്ടി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി പോവുക. ഇതൊക്കെ ശറഅ് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. സൗദി അറേബ്യയിൽ സമീപകാലം ഒരു വ്യക്തി ഒരു ഷെയ്ഖിനരികിൽ വന്ന് പരാതി പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയുമായി നല്ലൊരു യോജിപ്പിലല്ല, അതുകൊണ്ട് താങ്കൾ നമുക്കൊന്ന് റുഖിയ ചെയ്തു തരണം, മന്ത്രിച്ചു തരണം. ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എവിടെയാണ് താമസം? അദ്ദേഹം പറഞ്ഞു, റിയാദിലാണ്, ഇന്ന സ്ഥലത്താണ്. ഈ ഷെയ്ഖ് അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ഭാര്യ നീ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എവിടെയാണ് താമസിച്ചിരുന്നത്? അവർ പറഞ്ഞു, ജിസാൻ ഭാഗത്താണ്. അവിടെ തുറന്ന പ്രദേശമാണ്, വലിയ സ്ഥലമാണ്, റിയാദ് പോലെ തിരക്കുള്ള ഏരിയ സ്ഥലമല്ല. അങ്ങനെ ഈ ഷെയ്ഖ് ആ വ്യക്തിയോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ആവശ്യം റുഖിയയല്ല, മറിച്ച് പാർക്കുകളിലും മറ്റും ഹറാമല്ലാത്ത രൂപത്തിൽ നിങ്ങൾ വിനോദത്തിന് വേണ്ടി ഇറങ്ങുക, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നൽകുക, അതാണ് നിങ്ങൾക്കിപ്പോൾ ആവശ്യം. ആ ഷെയ്ഖ് പറയുന്നു, 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ അൽഹംദുലില്ലാഹ് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നമില്ല. ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ? ഭാര്യയുമായി ഇടപഴകുമ്പോൾ വളരെ കണിശമായി അവരോട് സംസാരിക്കുന്നവർ, പുറത്തെത്തിയാൽ നല്ല സംസാരങ്ങൾ, എന്നാൽ വീട്ടിലോ വളരെ മോശപ്പെട്ട സംസാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെതിരാണ് ഈ പ്രവർത്തനം. അതുകൊണ്ട് സഹോദരങ്ങളെ, അവർക്ക് സന്തോഷമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. അവർ പറയുന്ന സംസാരങ്ങൾ അത് കേൾക്കാൻ ഒരു സമയം നാം മാറ്റിവെക്കുക. എത്ര തിരക്കുള്ളവരാണെങ്കിലും എത്ര കച്ചവട തിരക്കുണ്ടെങ്കിലും അവരുടെ സംസാരം കേൾക്കാൻ ഒരു സമയം നിർബന്ധമായും നാം മാറ്റിവെക്കുക. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വലിയ ചരിത്രം പറഞ്ഞു. നിങ്ങൾ ചില ആളുകളൊക്കെ ആ ചരിത്രം കേട്ടവരായിരിക്കാം. 11 സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിച്ചു കൊടുത്തു. ഇമാം ബുഖാരിയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് പറയാൻ മാത്രം ഇവിടെ സമയമില്ല, അത്രയും വലിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം പൂർണ്ണമായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കേട്ടു. എന്നാൽ ഇന്ന് ചില ആളുകളുടെ അവസ്ഥ എന്താ? സ്വന്തം ഭാര്യ പറയുന്നത് കേൾക്കാൻ സമയമില്ലാത്തവർ, എപ്പോഴും മൊബൈൽ ഫോണുകളിലാണ് അല്ലെങ്കിൽ ബിസിനസിന്റെ തിരക്കുകളിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയുടെ കൂടെ അവരുടെ സംസാരം കേൾക്കാൻ അവരുടെ കൂടെ നാം ഇരിക്കുക. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായി വരുന്ന സമയം ഭാര്യയുടെ കൂടെ ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ഹൈദ് ഉണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പ്രത്യേക പരിഗണന നൽകാറുണ്ട്. ഞാൻ കുടിച്ച പാത്രത്തിൽ നിന്ന് ഞാൻ എവിടെയാണോ വായ വെച്ചത് അവിടെ വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളം കുടിക്കാറുണ്ടായിരുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം, വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്ന ആയത്തിനെ അദ്ദേഹം വിശദീകരിക്കുന്ന സമയം, ലാ യഅബസ ഫീ വജ്ഹിഹാ ബിഗൈരി ദംബിൻ, അവർ ചെയ്യാത്ത ഒരു പാപം കാരണത്താൽ അവർക്ക് നേരെ ഒരു കാരണവശാലും മുഖം ചുളിക്കാൻ പാടില്ല എന്നാണ് ശരീഅത്തിന്റെ അധ്യാപനം. വഅൻ യകൂന മുൻതലിഖൻ ഫിൽ ഖൗൽ, അവരോട് സംസാരിക്കുമ്പോൾ, വീട്ടുകാരോട് സംസാരിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി സംസാരിക്കുക. പുറത്തുള്ള ദേഷ്യം, പുറത്തുള്ള പ്രയാസങ്ങൾ ഭാര്യയുടെ മുമ്പിലല്ല കാണിക്കേണ്ടത്, അവരോട് മോശമായി പെരുമാറിയിട്ടല്ല കാണിക്കേണ്ടത്, മക്കളോട് മോശമായി പെരുമാറിയിട്ടല്ല സഹോദരങ്ങളെ കാണിക്കേണ്ടത്. അതുകൊണ്ട് ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളത് ശരീഅത്തിന്റെ അധ്യാപനമാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളോട് നാം പെരുമാറുമ്പോൾ
ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക, ഏറ്റവും നല്ല സ്വഭാവത്തിൽ അവരോട് നാം വർത്തിക്കുക. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം. അവിടുന്ന് ഒരിക്കലും തന്റെ മക്കളോട് കണിശമായിട്ടായിരുന്നില്ല പെരുമാറിയിരുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന്റെ അരികിൽ ഉണ്ടായിരുന്ന ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു. ഇത് കണ്ട അഖ്റ ഇബ്നുൽ ഹാബിസ് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് 10 മക്കളുണ്ട്, അതിലൊരാളെ പോലും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലാ യർഹം ലാ യുർഹം, ജനങ്ങളോട് കാരുണ്യം കാണിക്കാത്തവൻ അവനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം കാണിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളുടെ മക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക, അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം നിങ്ങൾ നൽകുക. എന്നാൽ ഹറാമിന്റെ വിഷയം വന്നാൽ അവരോട് കണിശമായി അല്ലാഹുവിനെ കുറിച്ച് നാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. ഒരിക്കൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻ അവിടെ ഉണ്ടായിരുന്ന സദഖയുടെ ഈത്തപ്പഴം എടുത്തുകൊണ്ട് അദ്ദേഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ കുട്ടിയുടെ വായയിൽ നിന്ന് ഈത്തപ്പഴം പുറത്തേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, അലാ തദ്രി ഫഇന്ന ലാ തഹില്ലു ലനാ അസ്സദഖ, ഹസൻ, നിനക്കറിയില്ലേ നമുക്ക് സദഖയുടെ സമ്പാദ്യം അനുവദനീയമല്ല എന്ന്. ആ ഉപ്പയുടെ അല്ലെങ്കിൽ ആ ഉപ്പാപ്പയുടെ മനസ്സിൽ എത്ര വേദനയുണ്ടാകും. അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം കൈയിട്ടുകൊണ്ട് പുറത്തേക്ക് എടുക്കുന്നു. അതെ, അള്ളാഹുവിന്റെ ഹുദൂദുകളിൽ ഏറ്റവും നല്ല നിലയിൽ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക. എന്നാൽ മറ്റുള്ള സാഹചര്യങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ മക്കളെ വളർത്താനും നിങ്ങൾ തയ്യാറാവുക. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മകൾ ഉമൈമയെ എടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കാറുണ്ട്. സുജൂദിലേക്ക് പോകുമ്പോൾ, റുകൂഇലേക്ക് പോകുമ്പോൾ അവരെ താഴെ നിർത്തും. നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും അവരെ എടുക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വ്യക്തിയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ വന്നപ്പോൾ അദ്ദേഹം ആ മകനെ എടുത്ത് ചുംബിക്കുകയും അദ്ദേഹത്തിന്റെ കാലിൽ മേൽ ഇരുത്തുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ വന്നു. ഈ മകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വെച്ച് ആ വ്യക്തി ആ മകളെ എടുത്ത് മറ്റൊരു വശത്തിരുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, നീ നീതി കാണിച്ചിരുന്നുവെങ്കിൽ. അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നാമത്തെ മകൻ വന്നപ്പോൾ അവന് നീ ചുംബനം നൽകി, രണ്ടാമത്തെ കുട്ടി വന്നപ്പോൾ അവർക്ക് നീ അത് നൽകിയിട്ടില്ല. ഇത്രയും അധികം നീതി കാണിക്കാൻ ശറഅ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മക്കളോട് നിങ്ങൾ നീതി കാണിക്കുക, അവരെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് വളർത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കുടുംബത്തോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഭാര്യയോട്, മക്കളോട് ഏറ്റവും നല്ല നിലയിൽ നാം വർത്തിക്കുക. ഇസ്ലാമിന്റെ വിഷയങ്ങളിലല്ലാതെ അവരോട് കോപിക്കാതിരിക്കുക. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ. ഇന്ന് ചില ആളുകൾ എന്ന അവസ്ഥ, മക്കൾ വീട്ടിൽ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ, എന്തെങ്കിലും ഗ്ലാസ് പൊട്ടിച്ചാൽ അവരോട് കണിശമായി പെരുമാറും. എന്നാൽ അവരൊരു നിസ്കാരം ഉപേക്ഷിച്ചാൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുക പോലുമില്ല. അവർ ഖുർആൻ ഓതാതിരുന്നാൽ അവരോട് ഓതാൻ വേണ്ടി പറയില്ല. നേരെ മറിച്ച് സ്കൂളുകളിലെ പാഠപുസ്തകങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ അവരെ പഠിക്കാത്തതിന്റെ പേരിൽ ശകാരിക്കുന്ന മാതാപിതാക്കൾ. അത് പഠിക്കണ്ട എന്നല്ല, പക്ഷേ അതിനേക്കാളും പ്രാധാന്യം സഹോദര ഈ ഖുർആനിന് നീ നൽകണം, ദീനി അധ്യാപനങ്ങൾക്ക് നീ നൽകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭാര്യയോട് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കുക, സ്നേഹത്തോടുകൂടി അവരോട് പെരുമാറുക, അനുകമ്പ അവരോട് നിങ്ങൾ കാണിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ മർഅതു കല്ലില, പെണ്ണ് എന്ന് പറഞ്ഞാൽ അവർ വളഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. ഇൻ ദഹബ്ത അഖംതഹ കസർതഹ, അത് നേരെയാക്കാൻ നോക്കിയാൽ നിനക്കൊരിക്കലും അതിന് സാധിക്കുകയില്ല. അള്ളാഹു അങ്ങനെയാണ് അവരെ പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന പ്രയാസങ്ങൾ അതിന് നേരെ നീ കണ്ണടക്കാൻ തയ്യാറാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വലിയ പ്രായമെത്തിയിട്ടും അവിടുത്തെ ഭാര്യമാരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ ഒരിക്കൽ യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ സഞ്ചരിക്കുക. അവർ സഞ്ചരിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഞാൻ നീയുമായി ഓട്ട മത്സരം നടത്താൻ ആഗ്രഹിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്ന് പ്രവാചകന്റെ വയസ്സ് 53 വയസ്സാണ്. ആ പ്രായത്തിൽ പോലും ഭാര്യയെ ഇത്രയും അധികം ഗൗരവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അതിൽ നമുക്ക് ഏറ്റവും നല്ല അധ്യാപനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുടെ വിഷയം ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല നിലയിൽ അവരോട് നാം വർത്തിക്കുക. അവരോട് അനാവശ്യമായി കോപിക്കുന്ന ഒരു ഇടപാട് ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്കിടയിൽ നീതി കാണിക്കുക. ബഷീർ ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ഒരു മകന് താങ്കൾ ഒരു അടിമയെ സമ്മാനമായി നൽകണം. ആ സമ്മാനമായി നൽകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കണം. അങ്ങനെ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പ്രവാചകന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പ
നമ്മളിൽ ഒരാൾക്ക് മാത്രം ഇത്തരത്തിൽ ഒരു സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ അവരോട് ചോദിച്ചു, അലക ഇഖ്വ, താങ്കൾക്ക് സഹോദരങ്ങളുണ്ടോ? അദ്ദേഹം പറഞ്ഞുണ്ട്. ഈ പിതാവിനോട് ചോദിച്ചു, നിങ്ങളുടെ മറ്റെല്ലാ മക്കൾക്കും ഇതുപോലെ നിങ്ങൾ സന്താനങ്ങളെ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ അടിമകളെ സമ്മാനമായി നൽകിയിട്ടുണ്ടോ? അതല്ല, ഈ ഒരു മകന് മാത്രമാണോ നൽകിയത്? അദ്ദേഹം പറഞ്ഞു, ഈ ഒരു മകന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ അഷ്ഹദു അലൽ ജൂർ, ഇത്തരത്തിലുള്ള അനീതിക്ക് ഞാൻ ഒരിക്കലും സാക്ഷിയാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അവിടുന്ന് പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുക. അതുകൊണ്ട് ആ സ്ത്രീകളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പാലിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിനിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. സഹോദരങ്ങളെ, ഭാര്യയുടെ വിഷയത്തിൽ അതുപോലെ തന്നെ മക്കളുടെ വിഷയത്തിൽ ഇസ്ലാം ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ നൽകിയതുപോലെ തന്നെ വളരെ പ്രധാനമായി നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ. അവരുമായി എപ്പോഴും പല ഇടപാടുകളും നമുക്ക് നടത്തേണ്ടി വരും. അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു വ്യക്തി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നലി ഖാദിമ, പ്രവാചകരെ, എനിക്ക് എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. യുസീഉ വയദ്ലിം, അവൻ എന്നോട് മോശമായി പെരുമാറുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേണ്ടതുപോലെയല്ല അവൻ ചെയ്യുന്നത്. അഫ അദ്രിബുഹു, അവനെ അടിക്കാൻ എനിക്ക് താങ്കൾ അനുമതി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഅഫു അൻഹു കുല്ല യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 തവണയെങ്കിലും അവന്റെ പ്രവർത്തനങ്ങൾക്ക് നീ ക്ഷമ കാണിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നിങ്ങൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അവർ നിങ്ങളുടെ അടിമകളല്ല, അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. നീയും അവനും അള്ളാഹുവിന്റെ അടിമയാണ്. അതുകൊണ്ട് സഹോദര, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരോട് നാം ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അവരെന്തെങ്കിലും ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എങ്കിൽ അവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം, അത് ചെയ്യാൻ വേണ്ടി പറയാം. അതല്ലാതെ ഏറെ മോശമായി അവരോട് പെരുമാറുക എന്നുള്ളത് ശർഅ് നിനക്ക് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ അവർ ജോലി ചെയ്താൽ അവർക്ക് അതിനർഹമായ പ്രതിഫലം നിങ്ങൾ നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അർഖുഹു, നിങ്ങൾ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ കൂലി നിങ്ങൾ നൽകുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മാജ റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അവരോട് നിങ്ങൾ അനീതി ചെയ്താൽ ചെയ്യുന്ന ജോലിക്ക് തുല്യമായ വിഹിതം നിങ്ങൾ അവർക്ക് നൽകിയിട്ടില്ല എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ഇത്തഖുൽ ളുൽമ, മറ്റുള്ളവരോട് അനീതി ചെയ്യുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്ന ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ, നിങ്ങൾ ഇന്ന് ഒരു അനീതി ചെയ്താൽ അതിന്റെ 10 മടങ്ങായി ആഖിറത്തിൽ നിങ്ങളത് നേരിടേണ്ടി വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകൾ, അവരോട് ഞാനായിരിക്കും തർക്കിക്കുന്നത്. ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു തർക്കിക്കുന്ന 3 വിഭാഗം. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ ഇസ്തഅജറ അജീറ ഫസ്സൗഫ മിൻഹു വലം യുഅതിഹി ഹഖ, തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ ജോലി പൂർത്തീകരിച്ചിട്ടും അവർക്ക് അതിന്റെ കൂലി നൽകാത്തവർ, അവരോട് തർക്കിക്കുന്നത് ഞാനായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കിന്നൊരു പക്ഷേ സമ്പാദ്യമുണ്ടാകാം, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ നിങ്ങൾ കരുതരുത് എന്നും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളത്. ഹുവല്ലദീ ജഅലകും ഖലായിഫൽ അർദ് വറഫഅ ബഅദകും ഫൗഖ ബഅദിൻ ദറജാത്, അല്ലാഹുവാണ് ഈ രൂപത്തിലാക്കിയത്. ചില ആളുകളെ ഉയർത്തും, ചില ആളുകളെ താഴ്ത്തും. കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും, അത് കണ്ടിട്ട് നിങ്ങൾ കരുതേണ്ട ഈ സമ്പാദ്യം എന്നും നിങ്ങൾക്കുണ്ടാകുമെന്ന്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സനനാണ്. എത്രയെത്ര ആളുകൾ വലിയ സമ്പാദ്യമുള്ളവർ, ഒരു ദിവസം അവർക്കൊന്നുമില്ല. എത്രയെത്ര ആളുകൾ വളരെ പാവപ്പെട്ടവർ, പിന്നീട് അവർ സമ്പന്നരായി മാറി. ഇത് അല്ലാഹുവിന്റെ സനനാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരെ നമ്മൾ പരിഗണിക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകർക്ക് 10 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. മാ ഖാല ലി ഉഫിൻ ഖത്തു, ഒരിക്കൽ പോലും അദ്ദേഹം എന്നോട്
ഛേ എന്നൊരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല. വലാ ഖാല ലീ ലിശൈഇൻ ലിമ ഫഅൽത കദാ ഹല്ലാ ഫഅൽത കദാ, അനസേ നീ എന്തുകൊണ്ട് ഇത് ചെയ്തിട്ടില്ല, എന്തേ ഇത് ചെയ്യാതിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അവരുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുക. ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരോട് ഞാൻ എന്ത് പറഞ്ഞാലും എന്നോട് ആര് ചോദിക്കാനാണ്, അവൻ ആവശ്യക്കാരനാണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ പെരുമാറിയാലും എൻ്റെ അരികിൽ തന്നെ അവൻ നിൽക്കുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, അവർ ഓർക്കുക, നഹാവന്തി യുദ്ധത്തിന് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളിൽ നിന്ന് ശുഹദാക്കളായ ആളുകളെ ഓരോരുത്തരായി നോക്കുമ്പോൾ പല ആളുകളെയും ഉമറിന് അറിയില്ല. അവർ ചില ആളുകൾ പറഞ്ഞു, ഉമറെ ഇവരെ നിനക്കറിയില്ല, അവർ കൊല്ലപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ, പക്ഷേ ഇവരെ നിനക്കറിയില്ല. ഈ സമയം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മാ ദറഹും അല്ലാ യഅരിഫഹും ഉമറിന് ഈ പറയപ്പെട്ട ആളുകളെ അറിയാത്തതിൽ ഒരു പ്രശ്നവുമില്ല. വലാകിന്നല്ലാഹു യഅരിഫുഹും, അവരെ അറിയുന്ന, അവരുടെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഒരു റബ്ബുണ്ട് എല്ലാത്തിനും മുകളിൽ. ആ റബ്ബ് അവർക്ക് വേണ്ടത് നൽകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലും ഖിസാസ് നൽകപ്പെടുന്ന ഒരു ലോകം നമുക്ക് മുന്നിൽ വരാനുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ, ഭാര്യയുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ അവർക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കുക. അവരുമായി നല്ല ബന്ധം നിലനിർത്താൻ നിങ്ങൾ എന്നും ശ്രമിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം, കുടുംബത്തിലുള്ള സഹോദരങ്ങൾ ഏട്ടനും അനിയനും ഏറ്റവും നല്ല ബന്ധം പുലർത്താൻ വേണ്ടി ശ്രമിക്കുക. ഹവാസിൻ യുദ്ധത്തിന് ശേഷം ചില ആളുകളെ പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയോട് മോശമായി ചില ആളുകൾ പെരുമാറിയപ്പോൾ അവർ പറഞ്ഞു, എന്റെ പേര് ഷൈമാ ബിൻതുൽ ഹാരിസ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുലയോട്ട് ബന്ധത്തിലുള്ള സഹോദരിയാണ് ഞാൻ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ കൊണ്ടുവരപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഏറ്റവും നല്ല വാസസ്ഥലം ഞാൻ ഒരുക്കി തരാം, നിങ്ങൾക്ക് പോകണമെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ പോകാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹോദരിയോട് കാണിച്ചിരിക്കുന്ന സ്നേഹമാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അദ്ദേഹം ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി, തന്റെ സഹോദരനായ ഹാറൂന് വേണ്ടി, മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബമാണ്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തതായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരസ്പരം ജ്യേഷ്ഠനും അനുജനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുന്ന ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകണം. നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും നമുക്കുള്ള മറ്റ് സഹോദരങ്ങൾ, അവർക്ക് വേണ്ടി നാം നിരന്തരം ദുആ ചെയ്യുക. അതല്ലാതെ അവരോട് ബന്ധം വിച്ഛേദിച്ച്, അവരോട് മോശമായ നിലയിൽ വർത്തിച്ച്, അവരോട് കാണുമ്പോൾ സലാം പോലും പറയാതെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുക. ആ സഹോദരങ്ങളോട് നിങ്ങൾക്ക് ബന്ധം കൂടുതലാണ്. മൈമൂന ബിൻതുൽ ഹാരിസ് അൽ ഹിലാലിയ റളിയല്ലാഹു അൻഹ ഒരിക്കൽ അവരുടെ അരികിലുണ്ടായിരുന്ന ഒരു അടിമയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ മോചിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ കുടുംബക്കാർക്ക് നീ നൽകിയിരുന്നെങ്കിൽ നിനക്കതിന്റെ അധികം കൂലി ലഭിക്കുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങളുടെ സഹോദരിമാരോട് നിങ്ങൾ ബന്ധം ചേർക്കുക, നിങ്ങളുടെ സഹോദരന്മാരോട് നിങ്ങൾ ബന്ധം ചേർക്കുക. ഷൈമാ ബിൻതുൽ ഹാരിസിനോട് അവരുമായി മുലകുടി ബന്ധത്തിൽ മാത്രമാണ് പ്രവാചകന്റെ ബന്ധമുള്ളത്. ഹലീമത്തു സഅദിയ എന്ന് പറയുന്നവരുടെ മകളാണ് ഷൈമ. എന്നിട്ട് പോലും അവരോട് പ്രവാചകൻ വർഷങ്ങൾക്കിപ്പുറം ആ സ്നേഹം കാണിച്ചുവെങ്കിൽ നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ സഹോദരന്മാരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല ഇസ്ലാമിക അധ്യാപനത്തിൽ വളർത്താൻ നിങ്ങൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ മാനദണ്ഡത്തിൽ കുടുംബം വളർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ ശുക്ർ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങൾ വളർത്തിയെടുത്താൽ ആഖിറത്തിൽ അത് നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും. നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് വേണ്ടി റബ്ബിലേക്ക് ഉയരാൻ നിങ്ങളുടെ സഹോദരങ്ങളുടെ കരങ്ങളുണ്ടാകും, നിങ്ങളുടെ സഹോദരിമാരുടെ കരങ്ങളുണ്ടാകും. ലോകം നിങ്ങളെ മറന്നാലും അവർ നിങ്ങളെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹ ഫിൽ അഖാരിബ്, കുടുംബത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداء الدين، اللهم دمر أعداء الدين. اللهم عليك بأعداء الإسلام، اللهم عليك بهم ومن عاونهم وناصرهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها، أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على محمد وعلى آله وصحبه وسلم.